കൂടിയുള്ള എന്റെ ചോദ്യം അതല്ല. ഇപ്പൊ ഡിസംബറിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കിട്ടിയെന്ന് വെച്ചാൽ ബാക്കി 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണല്ലോ. അതിനിങ്ങേര് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നാട്ടുകാരുടെ വിവരക്കേട്, അധികാരികൾ ഉണ്ടാക്കുന്ന ഗതികേടാ. അല്ല, ഡിസംബറിൽ കിട്ടുന്നല്ല. ഓണത്തിന് 3200 രൂപ പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നവംബറിൽ 1600 രൂപ പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. 5 മാസമായിട്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. അത് വസ്തുതയാണോ? ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട് ഇല്ലേ? 5 മാസം തുടർച്ചയായി കുടിശ്ശികയില്ല. എത്രയാണ് കുടിശ്ശിക? ഓണത്തിന് കൊടുത്തത് 3200 രൂപയായിരുന്നു. അല്ല, ഈ ഓണത്തിന് കൊടുക്കാന്ന് വെച്ചാൽ അതെല്ലാം 1600 മാസത്തെ ഓരോ മാസത്തെ വെച്ച് ഒരുമിച്ച് കൊടുക്കുന്നതാണല്ലോ. എല്ലാ മാസം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മാസം 1600 കൊടുക്കുന്നില്ലല്ലോ സർക്കാർ. എന്റെ സംശയം, എത്ര ഗഡുവാണ് ക്ഷേമ പെൻഷൻ കേരളത്തിൽ ഇപ്പോ കുടിശ്ശിക? ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കണമെന്നും 1 മാസം പോലും കുടിശ്ശികയാകരുത് എന്ന ഉറച്ച താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. പക്ഷെ സർക്കാരിന്റെ ആ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനാണ്. അതിലേക്ക് വരാം. അത് പറയാൻ ഇവിടെ ശ്രീ BJP-യുടെ നേതാവ് കൂടിയുണ്ട്, ശ്രീ സജീഷ്. അത് വരാം. എന്റെ സംശയം അതല്ല, എത്ര മാസത്തെ കുടിശ്ശികയുണ്ട്? താങ്കൾ അത് പറയൂ. എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് വരാൻ. ചില പെൻഷനുകൾ 2 മാസത്തെയും മറ്റും കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട്. 2 മാസത്തിലേറെ കുടിശ്ശികയില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, അത് 2 മാസത്തോളം 2 മാസത്തിൽ 2-3 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 3 മാസം വരെ താങ്കൾ വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. പിന്നെ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോട്ടോ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി.